ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം, ഇറാനിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ എന്നിവ ചർച്ച ചെയ്തു. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. മൊത്തം വിഹിതം 50%. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച വരെ. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ സെമിയിൽ പുറത്തായി. വാർത്തകൾ വിശദമായി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എതിരായ അക്രമങ്ങളെ അദ്ദേഹം അപലപിച്ചു. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് നൽകുന്ന പിന്തുണയെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇറാൻ പ്രസിഡന്റിന് ഈദ്, നൌറൂസ് ആശംസകളും പ്രധാനമന്ത്രി നേർന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഇതോടെ മൊത്തം വിഹിതം 50% ഉയർന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വ്യവസായശാലകൾ എന്നിവയ്ക്കായിരിക്കും അധിക വിഹിതത്തിൽ മുൻഗണന. പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടി. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $106.77 ഇന്ന് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 275 രൂപ കുറഞ്ഞ് 1,07,040 രൂപയും ഗ്രാമിന് 13,380 രൂപയുമാണ് ഇന്നത്തെ വില. അസം, കേരളം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും VVPATകളുടെയും ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ EVM മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് റാൻഡമൈസേഷൻ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ജില്ലാതല വെയർഹൌസുകളിൽ നിന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ ക്രമരഹിതമായി അനുവദിക്കും. ഇവ രണ്ടാം ഘട്ടത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് മാറ്റും. റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളുടെയും VVPATകളുടെയും പട്ടികകൾ അതത് ജില്ലാ ആസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ BLOമാരുടെ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പങ്കെടുത്ത BLOമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം 2,000 രൂപയാണ് ഇൻസെന്റീവായി നിശ്ചയിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന വിജിൽ കൺട്രോൾ റൂമിൽ ഇതുവരെ ലഭിച്ച 44 പരാതികളും പരിഹരിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം, തെരഞ്ഞെടുപ്പ് ചെലവ് എന്നിവയുടെ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ് വിജിൽ കൺട്രോൾ റൂം കൈകാര്യം ചെയ്യുക. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ യോഗം ചേർന്നു. സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കാൻ സാധ്യതയുള്ളതിനാൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ഓരോ സ്ഥാനാർത്ഥികളുടെയും അക്കൌണ്ടുകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർമാർ വഴിയോ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. 3 മുന്നണികളിലെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇതിനോടകം പത്രിക സമർപ്പിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 24 നടക്കും. അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 11 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന 3ാമത്തെ പട്ടിക പുറത്തിറക്കി BJP. കോവളം മണ്ഡലത്തിൽ TN സുരേഷ്, പീരുമേട് സീറ്റിൽ V രതീഷ്, മാവേലിക്കരയിൽ അജിമോൻ എന്നിവർ മത്സരിക്കും. അരുവിക്കര മണ്ഡലത്തിൽ വിവേക് ഗോപനും ചവറ സീറ്റിൽ KR രാജേഷുമാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ പ്രഖ്യാപിച്ചു. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. 23 ഉത്സവം കൊടിയേറുക. ഏപ്രിൽ 1 ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി നട അടയ്ക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് തീർത്ഥാടകർക്ക് ദർശനം നടത്താവുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജറി ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞ 5 രോഗികളുടെ മരണവും കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തവും കോർത്തിണക്കി മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ.
മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിഭാഗം രോഗികളുടെ മരണവും തീപിടുത്തവും തമ്മിൽ ബന്ധമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഒന്നാം സീഡായ ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയോട് ഇന്ത്യയുടെ തൻവി ശർമ്മ സെമിഫൈനലിൽ പരാജയപ്പെട്ടു. ഫ്രാൻസിലായിരുന്നു മത്സരം. നാളെ നടക്കുന്ന ഫൈനലിൽ ഒക്കുഹാര തായ്ലൻഡ് താരത്തെ നേരിടും. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് മറ്റന്നാൾ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിര ജലവിതരണം സംബന്ധിച്ച ചർച്ചകളും നൂതന സാങ്കേതിക വിദ്യകളുടെ അവതരണവുമുണ്ടാകും. ലോക ജലദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യവികസനത്തിന് സമ്പദ്വ്യവസ്ഥയും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിത സമീപനം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് ഡെറാഡൂണിൽ നടന്ന ദ്വിദിന ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയുമായുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ മാത്രമേ ഭൂമി എന്നും വാസയോഗ്യമായി നിലനിൽക്കൂ എന്ന് ശ്രീ ഭൂപേന്ദ്ര യാദവ് ഓർമ്മിപ്പിച്ചു. नेचर से बढ़कर के कुछ नहीं है. हमारी भी जो कल्पनाएं निकलती है नेचर से ही निकलती है. हमारा जो रिसोर्स बेस है वो नेचर ही है. कि हम जिस सिविलाइजेशन में रह रहे हैं ये एनर्जी बेस्ड सिविलाइजेशन है. आप मनुष्य के जीवन में से एनर्जी का पार्ट हटा दीजिए तो वह 2/3 ह्यूमैनिटी भी टिक नहीं पाएगी. കേരളത്തിലെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ എടക്കുഴിയൂരിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മരിച്ച മുഹിസനയുടെ ഭർത്താവ് ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിലേക്കുള്ള ജലസേചന പൈപ്പ് കണക്ഷന്റെ ഭാഗമായി നാളെ ഓൾഡ് ഹാർബർ പാലം അടച്ചിടും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പാലം വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കാസർഗോഡ് BLO ആയി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് സാവദിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ജില്ലാ ഭരണകൂടം. അറബി അധ്യാപകനായിരുന്ന മുഹമ്മദ് സാവദിനെ ഇന്ന് രാവിലെ മൊഗ്രാൽ നദിയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കാസർഗോഡ് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് ജില്ലയിൽ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങൾ കാട് വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലെത്തി ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവനിൽ കളിമുറ്റം മധ്യവേനലവധികാല ക്ലാസുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തും. 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. സംഗീതം, നൃത്തം, ഉപകരണ സംഗീതം, ചിത്രരചന തുടങ്ങി 26 വിഷയങ്ങളിൽ പരിശീലനം നൽകും. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. മറ്റ് വിവിധ കുറ്റങ്ങൾക്കായി 30 വർഷം തടവ് ശിക്ഷയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. അതേസമയം വിധി നിരാശാജനകമാണെന്നും സർക്കാർ അപ്പീൽ നൽകണമെന്നും IMA പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനുമായുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടികൾ ലക്ഷ്യത്തോടടുത്തെന്നും അതിനാൽ സൈനിക നീക്കങ്ങൾ ലഘൂകരിക്കുന്നത് പരിഗണിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. US പ്രസിഡന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ വൈദ്യുതിക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന ഗ്യാസ് ഫീൽഡുകൾ ആക്രമിക്കുന്നത് നിർത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം, ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ എന്നിവ ചർച്ച ചെയ്തു. സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ LPG വിഹിതം 20% കൂടി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. മൊത്തം വിഹിതം 50%. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച വരെ. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ നിന്ന് ഇന്ത്യയുടെ തൻവി ശർമ്മ പുറത്ത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.